ഓം ആഴമേറും നിൻമഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ചിത്സ്വരൂപികളെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ മനന വിഷയം ആധ്യാത്മിക നില. കുളത്തിലെ പായൽ നാലുപാടും നീങ്ങണമെങ്കിൽ കല്ല് ഇട്ടുകൊണ്ടേയിരിക്കണം. ലൗകിക ജീവിതത്തിൽ വിരക്തി തോന്നി ആധ്യാത്മിക ജീവിതം നയിക്കുവാൻ ആഗ്രഹിച്ചു വന്ന ഒരു ഭക്തനോട് ഗുരുദേവൻ പറഞ്ഞതാണ്, ലൗകിക ജീവിതം വാസനാമയമാണ്. വാസനയാണ് ജീവിതത്തിന്റെ തളിരായിരിക്കുന്നത്. ഈ വാസനയിൽ നിന്നും ബന്ധങ്ങളുണ്ടാകുന്നു. ബന്ധങ്ങളും വാസനകളും ജീവിതത്തിൽ സുഖദുഃഖങ്ങൾ മാറി മാറി അനുഭവിക്കുവാൻ ഇടയാകുന്നു. ഇതിൽ നിന്നും പെട്ടെന്ന് ഒരു മോചനമുണ്ടാവുക എളുപ്പമല്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വസ്തുവിന്റെയോ ഒരാളിന്റെയോ നഷ്ടപ്പെടൽ വലിയ സങ്കടത്തിന് കാരണമായിത്തീരുന്നു. വളരെയധികം ആഗ്രഹിച്ച് ഒരു വസ്തു സ്വന്തമായി തീരുമ്പോൾ അതിരറ്റ സന്തോഷമുണ്ടാകും. ഇങ്ങനെ മുറമാറി വരുന്ന സുഖദുഃഖാനുഭവങ്ങളുടെ ഒരു സങ്കേതമാണ് ഈ ജീവിതം. ഇങ്ങനെയുള്ള ഈ ജീവിതത്തിൽ നിത്യമായ ഒരു സുഖാനുഭവം ഉണ്ടാവുകയില്ല. പായൽ മൂടിക്കിടക്കുന്ന ഒരു ജലാശയം പോലെയാണിത്. വാസനാബന്ധങ്ങളുടെ വിടുതലിൽ കൂടി മാത്രമേ ജീവിതത്തിന്റെ ലക്ഷ്യസ്ഥാനത്ത് പ്രാപിക്കാനാവൂ. ഒന്നിനും അടിമപ്പെടാനാവാത്ത പരമമായ സ്വാതന്ത്ര്യത്തിന്റെ നിലയാണ് ജീവിതത്തിന്റെ ലക്ഷ്യസ്ഥാനമായിരിക്കുന്നത്. അവിടെ എത്തിയാൽ പിന്നെ ഒരു അനുഭവതലം മാത്രമേയുള്ളൂ. അത് സുഖദുഃഖ സമ്മിശ്രമല്ലാത്ത പരമശാന്തിയുടെ നിത്യതയാണ്. ബാഹ്യവസ്തുക്കളുടെ അനിത്യതയെ വിട്ട് ഈ മോക്ഷപദത്തെ പ്രാപിക്കണമെങ്കിൽ നിരന്തരമായ സാധന ആവശ്യമാണ്. ഈ സാധനാമാർഗത്തിന്റെ തുടർച്ചയ്ക്ക് ഭംഗം വരാതിരുന്നാൽ ലൗകിക ജീവിതത്തിൽ നിന്നും ആധ്യാത്മിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനാകും. ആധ്യാത്മിക ജീവിതം നയിക്കുന്നവർ മഹാത്മാക്കളും ലോകമംഗളത്തിനായി അനവരതം കർമ്മം ചെയ്യുന്നവരുമാകുന്നു. ആ കർമ്മഫലത്തെ സമൂഹത്തിനാകെ ഗുണം വരുത്തുന്നതിനായി വ്യാപിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. അതിലൂടെ നമ്മുടെ ജീവിതവും ധന്യമായി തീരും. സ്നേഹപൂർവ്വം രഞ്ജൻ കയനാടത്ത്.